ഗ്രേഡിയൻ്റ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നാലാമത്തെ ചാപ്റ്ററായ ഹ്യൂമൻ റിസോഴ്സസ് ഫോർ നാഷണൽ ഡെവലപ്മെൻറ്റ് എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫയൽസിൻ്റെ സെക്ഷനിൽ പോയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസിൻ്റെ സെക്ഷനിൽ പോയിട്ട് ആ ചാപ്റ്ററിൻ്റെ ക്ലാസ് കാണാം. അല്ലെങ്കിൽ ഞങ്ങൾ ടെലഗ്രാം ചാനലിൽ ലിങ്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ നോട്ട് എടുക്കുന്ന കാര്യം പറയുമ്പോൾ ചിലവർക്ക് ഈ ടെലഗ്രാമിൽ അക്കൗണ്ട് ഇല്ലാത്തവരുണ്ട്. അങ്ങനെയുള്ളവർ ഈ മുകളിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നോട്ട് അയച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. അപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാമല്ലോ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒന്നും നമുക്കിവിടെ ഒന്ന് പറയാനായിട്ടില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പോർഷൻ തന്നെ ഒരു ചോദ്യം ഉത്തരം എന്ന രീതിയിൽ വന്നാൽ എങ്ങനെയായിരിക്കും എന്ന രീതിക്കാണ് നമ്മൾ ഈ ഒരു ക്ലാസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാലും കമൻറ്റ് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഓർ എക്കണോമിക് റിസോഴ്സസ്? അപ്പോൾ എന്താണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ എക്കണോമിക് റിസോഴ്സസ് എന്ന് ചോദിച്ചാൽ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ എക്കണോമിക് റിസോഴ്സസ് മൊത്തം 4 ഉണ്ട്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എൻ്റർപ്രണർഷിപ്പ്. അത് ലാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള എല്ലാ നാച്ചുറൽ റിസോഴ്സുകളും നമുക്ക് ലാൻഡിനകത്ത് വരും. ലേബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും, ഒരു വ്യക്തിയുടെ ഇൻ്റലക്ച്വൽ ബുദ്ധിപരമായിട്ടുള്ള അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള എഫേർട്ട് മൊത്തം നമുക്ക് എന്ത് ചെയ്യാം, ലേബർ എന്ന കാറ്റഗറിക്കകത്ത് ഉൾപ്പെടുത്താൻ പറ്റും. ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഏതൊരു ബിസിനസ് നടത്താനും നമുക്ക് മാൻമെയ്ഡ് റിസോഴ്സുകൾ ആവശ്യമാണ്, പൈസ ആവശ്യമാണ്. അതിനെയാണ് നമ്മൾ മൊത്തത്തിൽ എന്ത് വിളിക്കുന്നത്, ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. എൻ്റർപ്രണർഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, നമ്മൾ ഈ പറഞ്ഞ ലാൻഡ്, ക്യാപിറ്റൽ, ലേബർ, ഇതിനെല്ലാത്തിനെയും കൂടെ കമ്പൈൻ ചെയ്യുന്നത് മനുഷ്യൻ്റെ ഒരു കഴിവാണ് അല്ലേ. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എൻ്റർപ്രണർഷിപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, മേക്ക് എ ടേബിൾ ഓൺ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഇറ്റ്സ് റിവാർഡ്. തൊട്ടുമുമ്പത്തെ ചോദ്യത്തിൽ നമ്മൾ പറഞ്ഞ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും അത് കൊടുക്കുന്ന ആൾക്ക് പകരം എന്ത് കിട്ടും, റിവാർഡ് കിട്ടും അല്ലേ. നമുക്കറിയാം, എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, സമ്പത്തിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് അല്ലേ. അവിടെ നമുക്ക് എന്താണ്, നമുക്ക് എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്ത് നമുക്ക് പൈസ കിട്ടും. അപ്പോൾ അതാണെന്ന് പറയുന്നത്. ഓക്കെ, ലാൻഡ് എന്ന് പറഞ്ഞ റിസോഴ്സിന് നമുക്ക് റിവാർഡായിട്ട് കിട്ടുന്നത് എന്താണ്, റെൻ്റാണ്, വാടകയാണ്. ലേബറിന് കിട്ടുന്നത് കൂലിയാണ് അല്ലെങ്കിൽ വേജാണ്. മുടക്കുന്ന ക്യാപിറ്റലിന് നമുക്ക് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പലിശ കിട്ടും. എൻ്റർപ്രണർക്ക് എന്ത് കിട്ടും, പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ഇതാണ് റിവാർഡ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, എന്താണ് ബാർട്ടർ സമ്പ്രദായം? സിമ്പിളാണ്. പണ്ട് കാലത്ത് നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു, ഒരു സാധനത്തിന് പകരമായിട്ട് മറ്റൊരു സാധനം കൊടുക്കും അല്ലേ. ഒരു ഗുഡ്സിന് പകരമായിട്ട് മറ്റൊരു ഗുഡ്സിന് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ബാർട്ടർ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബാർട്ടർ സിസ്റ്റത്തിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ പ്രധാനമായിട്ട് ഇവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്, വാട്ട് ആർ ദ ഡ്രോബാക്സ് ഓഫ് ബാർട്ടർ സിസ്റ്റം? ബാർട്ടർ സിസ്റ്റത്തിന് ഡ്രോബാക്സ് എന്തൊക്കെയാണ്? ഒന്ന് അല്ലേ, ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലേ. തേങ്ങ കൊടുത്ത് മാങ്ങ വാങ്ങണമെങ്കിൽ മാങ്ങയ്ക്ക് മൂല്യം നിശ്ചയിക്കുക എന്ന് പറയുന്ന ബുദ്ധിമുട്ടാണ്. വാല്യൂ ഓഫ് ഗുഡ്സ് എക്സ്ചേഞ്ച് ചെയ്യുന്ന വ്യത്യാസം ഉണ്ടാവും അല്ലേ. ഫോർ എക്സാമ്പിൾ, ഒരു ചക്കയ്ക്ക് വരെ നമുക്ക് 3 മാങ്ങ കൊടുക്കാം, 2 മാങ്ങ കൊടുക്കാം, 5 മാങ്ങ കൊടുക്കാം. അപ്പോൾ ഇതിനകത്തൊന്നും ഒരു സ്റ്റാൻഡേർഡ് രീതികളില്ല. ലാക്ക് ഓഫ് അവൈലബിലിറ്റി ഓഫ് ഗുഡ്സ് ടു മീറ്റ് എവ്രി വൺസ് നീഡ് അല്ലേ. എല്ലാവർക്കും ആവശ്യത്തിനുള്ള സാധനം കൊടുക്കാനുണ്ടാകണമെന്നില്ല, വാങ്ങാനുണ്ടാകണമെന്നില്ല. ഗുഡ്സുകൾ എക്സ്ചേഞ്ച് ചെയ്യുന്നതിലുള്ള ബുദ്ധിമുട്ട്, പൈസ ആണെങ്കിൽ നമുക്ക് പോക്കറ്റ് വെച്ചുകൊണ്ട് പോകാം. ഒരു സാധനം കൈമാറണമെങ്കിൽ സാധനം ചുമന്നുകൊണ്ട് പോകണം, ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. ലാക്ക് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഡിസൈർഡ് ആൻഡ് ഡിസൈറബിൾ പ്രൊഡക്റ്റ് അല്ലേ. നമുക്ക് എന്താണ്, ആവശ്യമുള്ള സാധനം കിട്ടണമെന്നില്ല, എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സാധനങ്ങൾ കൊണ്ടുനടക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെയാണ് എന്ത്, നമുക്ക് ബാർട്ടർ സിസ്റ്റത്തിൻ്റെ ഡ്രോബാക്ക് ആയിട്ട് പറയാൻ പറ്റുന്നത്. സ്പീഡിൽ പറഞ്ഞു പോകുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഒരു ചോദ്യം ഉത്തരമെന്ന രീതി വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഏതൊക്കെ പോയിന്റുകൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കുക എന്നതാണ് ഈ ഒരു ക്ലാസ്സിൻ്റെ ഉദ്ദേശം. അതുപോലെ തന്നെ ഈ ക്ലാസ്സിൻ്റെ PDF നമുക്ക് വെച്ച് പഠിക്കാനും പറ്റും. അപ്പോൾ ആ PDF നമുക്ക് ടെലഗ്രാം ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മേക്ക് എ ഫ്ലോ ചാർട്ട് ഓൺ ദ ഡിഫറൻറ്റ് സ്റ്റേജസ് ഓഫ് എവല്യൂഷൻ ഓഫ് മണി അല്ലേ. പൈസയുടെ എവല്യൂഷൻ്റെ പല സ്റ്റേജുകൾ എന്താണ്? ആദ്യം ബാർട്ടർ സിസ്റ്റം ആയിരുന്നു, പിന്നെ വിലപിടിപ്പുള്ള സ്വർണ്ണം പോലുള്ള സാധനങ്ങൾ നമ്മൾ പൈസയ്ക്ക് പകരമായിട്ട് യൂസ് ചെയ്തു. പിന്നെ ആ സ്വർണ്ണത്തിന് നമ്മൾ കോയിനുകളാക്കി മാറ്റി. പിന്നെ എന്ത് ചെയ്തു, പേപ്പർ മണിയായിട്ട് വന്നു, നമ്മൾ സാധാ കറൻസി നോട്ടും. പിന്നെ ATM കാർഡുകൾ വന്നു. ഇപ്പോൾ ഗൂഗിൾ പേ വഴി ഇലക്ട്രോണിക് മണിയാണ് എന്ത് ചെയ്യുന്നത്. ഇതാണ് പൈസയുടെ എവല്യൂഷൻ എന്ന് പറയുന്നത്. ഇതാണ് പൈസയ്ക്ക് ഉണ്ടായ മാറ്റം എന്ന് പറയുന്നത്, ആദ്യകാലത്ത് നിന്ന് ഇപ്പോഴത്തെ കാലം വരെ ഉണ്ടായ മാറ്റം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ
പ്രൊഡക്ഷൻ പ്രോസസ്സ്. പ്രൊഡക്ഷൻ പ്രോസസ്സ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ലേബറാണ്. ഓക്കെ, ലേബർ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഫിസിക്കൽ ആൻഡ് ഇൻ്റലക്ച്വൽ എഫേർട്ടാണ് ഏതൊരു പ്രൊഡക്ഷൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. വാട്ട് ഡസ് ദ ടേം ഹ്യൂമൻ റിസോഴ്സ് ഡിനോട്ട്? റൈറ്റ് ദ മെറിറ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പീപ്പിൾ ഹു ക്യാൻ വർക്ക് ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് ഈസ് കോൾഡ് ഹ്യൂമൻ റിസോഴ്സ്. ഹ്യൂമൻ റിസോഴ്സ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? നാച്ചുറൽ റിസോഴ്സിനെ കൺവേർട്ട് ചെയ്യാൻ ഇമ്പോർട്ടൻസ് മെറിറ്റാണ് ചോദിച്ചേക്കുന്നത്. നമ്മുടെ നാച്ചുറൽ റിസോഴ്സുകളെ കൺവേർട്ട് ചെയ്ത് പ്രോഡക്റ്റാക്കി മാറ്റാനായിട്ട് ആവശ്യമുള്ളത് ഫിസിക്കൽ ഇൻ്റലിജൻസും ഫിസിക്കൽ പവറും ഇൻ്റലിജൻസുമാണ്. ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? ഹ്യൂമൻ റിസോഴ്സിൽ നിന്നാണ് കിട്ടുന്നത്. എന്താണ് അപ്പോൾ ഈ ഹ്യൂമൻ റിസോഴ്സിൻ്റെ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓക്കെ, ദ എബിലിറ്റി ഓഫ് ദ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസ് അല്ലേ, ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ എന്താണ് ക്ഷമത എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വാട്ട് ആർ ദ മെയിൻ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഹ്യൂമൻ റിസോഴ്സ്? ഹ്യൂമൻ റിസോഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫാക്ടർ എന്തൊക്കെയാണ്? ഒന്ന്, പോപ്പുലേഷൻ്റെ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സിൻ്റെ സൈസ്, അതിനകത്തുള്ള ആൾക്കാരുടെ കോമ്പോസിഷൻ, അവരുടെ സ്കില്ല്. ഇത് മൂന്നുമാണ് എന്ത് പ്രധാനമായിട്ടും ഹ്യൂമൻ റിസോഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങൾ അല്ലെങ്കിൽ ഫാക്ടേഴ്സ്. സൈസ്, കോമ്പോസിഷൻ, സ്കിൽ. അതായത് പോപ്പുലേഷൻ്റെ അളവ്, അതിലെ ആൾക്കാരുടെ ഘടന, അതുപോലെ തന്നെ എന്താണ് അവരുടെ സ്കില്ല്. വിച്ച് കൺട്രി സ്റ്റാൻഡ്സ് ദ റാങ്ക് ഫസ്റ്റ് ഇൻ ദ വേൾഡ് പോപ്പുലേഷൻ? ഇപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ള ആരാണ്? നമ്മുടെ സ്വന്തം രാജ്യമാണ്. വാട്ട് ഈസ് ഏജ് സ്ട്രക്ചർ? നമ്മൾ കോമ്പോസിഷൻ പറഞ്ഞപ്പോഴല്ലേ, ഒരു പോപ്പുലേഷൻ്റെ കോമ്പോസിഷൻ പറയുമ്പോൾ പറഞ്ഞ കാര്യമാണ് ഏജ് സ്ട്രക്ചർ. എന്ന് വെച്ചാൽ എന്താണ്? നമ്മളെ പോപ്പുലേഷനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പല പല ഗ്രൂപ്പുകളാക്കി മാറ്റിയിട്ടുണ്ട്. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഏജ് സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. ഈ ചോദ്യത്തിൽ പറയുന്നത് എന്താണെന്ന് നോക്കി. ദ പോപ്പുലേഷൻ സ്ട്രക്ചർ ഓഫ് എ കൺട്രി കൺസിസ്റ്റ് ഓഫ് പീപ്പിൾ ബിലോങ്ങിങ് ടു ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പ്സ് വിച്ച് ആർ ദ. അതായത് ഇപ്പോൾ പറഞ്ഞ ഏജ് സ്ട്രക്ചറിനകത്ത് വരുന്ന കാറ്റഗറീസ് ഏതൊക്കെയാണെന്നാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. ഏതൊക്കെയാണ്? ഒന്ന്, 14 വയസ്സ് വരെ വരുന്ന ആൾക്കാർ, 15 തൊട്ട് 60 വരുന്ന ആൾക്കാർ, 60-ന് മുകളിൽ വരുന്ന ആൾക്കാർ എന്നിങ്ങനെയാണ് നമ്മൾ കാറ്റഗറി ചെയ്തിട്ടുള്ളത്. അതിൽ ആദ്യത്തേതും അവസാനത്തേതും എന്താണ്? ഡിപ്പെൻഡൻ്റ് ആൾക്കാരും 15 തൊട്ട് 60 വരെ വരുന്നതാണ് രാജ്യത്തിൻ്റെ പ്രൊഡക്ടിവിറ്റിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാർ. അതവിടെ ചോദിച്ചേക്കുന്നത്. വിച്ച് ഏജ് ഗ്രൂപ്പ് ഈസ് ലൈക്ലി ടു ഹാവ് എ മോർ വില്ലിങ്നെസ് ആൻഡ് എബിലിറ്റി ടു വർക്ക്? ഏതൊക്കെയാണ്? 15 തൊട്ട് 60 വരെ വരുന്ന ആൾക്കാർക്കാണ് എന്തുള്ളത്? ശ്രദ്ധിക്കണേ, കഴിവും അതുപോലെ തന്നെ അത് ചെയ്യാനുള്ള മനസ്സും വില്ലിങ്നെസ്സും കൂടിയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഏതാണ്? 15 തൊട്ട് 60 വരെ. കാരണം ഈ പറയുന്ന സമയത്ത് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ക്യാപ്പബിലിറ്റീസ് കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മുടെ വില്ലിങ്നെസ് ആണ്, നമുക്കൊരു കരിയർ ഉണ്ടാക്കണം, നമുക്കൊരു നിലയിലെത്തണമെന്ന് ആ ഒരു വില്ലിങ്നെസ് നമ്മളെ കൂടുതൽ ഫോക്കസ് ചെയ്ത് നമ്മുടെ ജോലിയിലേക്ക് ചെയ്യാനായിട്ട്, എക്സ്പീരിയൻസ് ഉണ്ടാക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ നമ്മളതിനെ പ്രേരിപ്പിക്കും. നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് അല്ലെ, ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്, കുടുംബത്തിനെ നോക്കണം, വീട് വയ്ക്കണം, കാർ വാങ്ങണം, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഈ ജോലി ചെയ്യാനുള്ള വില്ലിങ്നെസ്സും അതുപോലെയുള്ള എബിലിറ്റിയും പ്ലസ് നമുക്കൊരു താല്പര്യം കൂടെ എന്ത് ചെയ്യും? ഉണ്ടാക്കിയെടുക്കും. എഡ്യൂക്കേഷനിൽ ട്രെയിനിങ് അല്ലേ, 15 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ബേസിക് എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണമെന്നുള്ള വർക്ക് ഫോഴ്സ് അല്ലേ, പിന്നെ നമുക്ക് വേറെയുള്ള ഇഷ്ടപ്പെട്ട കോഴ്സുകളെടുത്ത് ജോലിക്ക് ഓറിയൻറ്റഡ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ എടുത്ത് പഠിക്കാൻ പറ്റും. 60 ആകുമ്പോൾ റിട്ടയർമെൻറ്റ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണെന്ത് 65-നകത്ത് ഒരു ഇതെല്ലാവരും റിട്ടയർ ആകും. അപ്പോൾ ഇതിനകത്ത് വരുന്നതാണ് ഏറ്റവും നന്നായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ 15 തൊട്ട് 60 വരെ വയസ്സ് വരുന്ന ആൾക്കാർ. ഹൗ ക്യാൻ ബി മെയ്ഡ് ഹ്യൂമൻ റിസോഴ്സ് മോർ എഫിഷ്യൻ്റ് അല്ലേ? ഹ്യൂമൻ റിസോഴ്സിനെ എങ്ങനെ നമുക്ക് എഫിഷ്യൻ്റ് ആക്കാൻ പറ്റും? ഒന്ന്, എഡ്യൂക്കേഷൻ കൊടുക്കുക, ട്രെയിനിങ് കൊടുക്കുക, ആരോഗ്യത്തിന് മെയിൻറ്റെയിൻ ചെയ്യുക. റൈറ്റ് ഷോ നോട്ട് ഓൺ ഹ്യൂമൻ ക്യാപിറ്റൽ. ഹ്യൂമൻ റിസോഴ്സ് എപ്പോഴാണ് ഹ്യൂമൻ ക്യാപിറ്റൽ ആവുന്നത് നമുക്ക് അറിയാം. എങ്ങനെയാണ്? എഡ്യൂക്കേഷനും ജോബ് ട്രെയിനിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹ്യൂമൻ റിസോഴ്സ് ഹ്യൂമൻ ക്യാപിറ്റലായിട്ട് മാറ്റാനായിട്ട് പറ്റും അല്ലേ? മനുഷ്യൻ എന്ന് പറയുന്നത് മനുഷ്യൻ എന്ന ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷനാക്കി മാറ്റാൻ പറ്റും. ഓക്കെ, ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു മനുഷ്യൻ്റെ എക്കണോമിക് വാല്യൂവിനെയാണ് നമ്മൾ ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത് അല്ലേ? എനിക്ക് എന്തിനുള്ള എൻ്റെ വില എന്ന് പറയുന്നത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്താണ് അല്ലേ? അപ്പോൾ നമുക്ക് എല്ലാവർക്കും കഴിവുണ്ട്, പക്ഷേ നമ്മളത് എപ്പോൾ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തായിട്ട് മാറും? നമ്മളൊരു ഹ്യൂമൻ ക്യാപിറ്റലായിട്ട് മാറും. അതുപോലെ നമ്മൾ ഹ്യൂമൻ റിസോഴ്സാണ്. ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ എന്താണ്? ഇറ്റ് ഈസ് ദ അഡീഷൻ മെയ്ഡ് ഓവർ ദ പീരീഡ് ഓഫ് ടൈം ടു ദ സ്റ്റോക്ക് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ അല്ലേ? നമ്മൾ ഹ്യൂമൻ എന്ന നമ്മൾ വളർച്ചയുടെ ഓരോ സ്റ്റേജുകളിലും പഠിച്ച് പല പല ട്രെയിനിങ്ങുകളൊക്കെ നടത്തി നമ്മൾ എന്ത് ചെയ്യും? കഴിവ് സമ്പാദിക്കുമ്പോഴാണ് നമ്മൾ ഹ്യൂമൻ ക്യാപിറ്റലായിട്ട് മാറുന്നത്. ഹൗ ക്യാൻ വി സ്ട്രെങ്തൻ ദ ഹ്യൂമൻ ക്യാപിറ്റൽ? എങ്ങനെ സ്ട്രെങ്ത് ചെയ്യാൻ പറ്റും അല്ലേ? ബെറ്റർ ഹെൽത്ത് ഫെസിലിറ്റീസ് കൊടുക്കുക, എഡ്യൂക്കേഷനിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുമ്പോൾ കൂടുതൽ ആൾക്കാർക്ക് പഠിക്കാൻ പറ്റും, സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, എംപ്ലോയ്മെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് അല്ലെ വർക്കിംഗ് എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ കൂടുതൽ ജോലി ചെയ്യാൻ പറ്റും, ഇൻഷുറൻസ് കൊടുക്കുന്നതിലൂടെ നമുക്ക് ജോലി ചെയ്യാനുള്ള താല്പര്യവും നമുക്കൊരു സേഫ്റ്റിയും ഫീൽ ചെയ്യും, വർക്കിംഗ് കണ്ടീഷൻസ് ഇമ്പ്രൂവ് ചെയ്യുക, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടയേർഡ് ആകാതെ കൂടുതൽ നേരം വർക്ക് ചെയ്യാൻ പറ്റും, നല്ല ശമ്പളം കൊടുക്കുക, അതുപോലെ കൂടുതൽ ജോലി ഓപ്പർച്യൂണിറ്റീസ് ചെയ്യുക. ഇതൊക്കെ കൊടുക്കുന്നതിലൂടെ നമുക്ക് ഹ്യൂമൻ ക്യാപിറ്റലിനെ എന്ത് ചെയ്യാൻ പറ്റും? സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് പറ്റും.
സോ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ? ഹ്യൂമൻ ക്യാപിറ്റലിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, വിദ്യാഭ്യാസം, ആരോഗ്യം, ട്രെയിനിങ്, പിന്നെ വരുന്ന ഒന്നാണ് മൈഗ്രേഷനും ആക്സസ് ടു ഇൻഫർമേഷനും. അപ്പോൾ മൈഗ്രേഷനും ആക്സസ് ടു ഇൻഫർമേഷനും ഒക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ കൂടുതൽ ഇപ്പോൾ ഇവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല. ഇനിയുള്ള ചോദ്യങ്ങൾ നമ്മളത് വരുന്നുണ്ട്, അപ്പോൾ പറയാം. ഹൗ എഡ്യൂക്കേഷൻ ലീഡ് ടു ദ പ്രോഗ്രസ് ഓഫ് ദ കൺട്രി? വിദ്യാഭ്യാസം എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത്? വിദ്യാഭ്യാസം കൂടുമ്പോൾ നമ്മുടെ എബിലിറ്റി കൂടുന്നു, നമുക്ക് കൂടുതൽ ടെക്നോളജി അറിയാൻ പറ്റുന്നു, അങ്ങനെ നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ആവുന്നു. സ്കില്ലും നല്ല ടെക്നോളജി അറിയാമെന്നുള്ള ആൾക്ക് നല്ല നല്ല ജോലികൾ കിട്ടുന്നു. ജോലി കിട്ടുമ്പോൾ നമ്മുടെ വരുമാനം കൂടുന്നു. വരുമാനം കൂടുമ്പോൾ നമ്മുടെ ജീവിത സാഹചര്യം അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ലൈഫ് കൂടുന്നു. അങ്ങനെ ക്വാളിറ്റി ഓഫ് ലൈഫ് കൂടുന്ന ഒരു കൂട്ടം ആൾക്കാർ രാജ്യത്ത് വരുമ്പോൾ അത് രാജ്യത്തിൻ്റെ തന്നെ ഡെവലപ്മെൻറ്റായിട്ട് മാറുന്നു. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? വിദ്യാഭ്യാസം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ആരോഗ്യത്തിലോട്ട് വരുമ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ അടിസ്ഥാനപ്പെടുത്തി എന്താണ് ഹെൽത്ത് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ഹെൽത്ത് അക്കോർഡിംഗ് ടു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ? എന്താണ്? ഇറ്റ് ഈസ് ദ സ്റ്റേറ്റ് ഓഫ്, അല്ലേ, ഫിസിക്കലും മെൻ്റലും സോഷ്യലുമായിട്ടുള്ള വെൽബീയിങ്ങിനെയാണ് നമുക്ക് ആരോഗ്യം എന്ന് വിളിക്കാൻ പറ്റുന്നത്. നമുക്കെന്ന് വെച്ചാൽ നമുക്ക് അസുഖങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു ശരീരം വേണം, അല്ലേ, അതിന് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു മനസ്സ് വേണം. അതുപോലെ നമ്മുടെ ചുറ്റുപാടും എന്ത് ചെയ്യണം? നമ്മുടെ അസുഖങ്ങളിലോട്ട് നമ്മുടെ ടെൻഷനും സ്ട്രെസ്സും പ്രഷറും ഒന്നും കൊടുക്കാത്ത നല്ലൊരു സൊസൈറ്റി ജീവിക്കണം. അങ്ങനെ മൂന്നും ഉണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടെന്ന് പറയാം? ആരോഗ്യമുണ്ടെന്ന് പറയാം. ഹൗ ഡസ് ഡിക്ലൈനിങ് ഹെൽത്ത് എഫക്റ്റ് ഇൻഡിവിജ്വൽ ആൻഡ് നാഷണൽ ഡെവലപ്മെൻറ്റ്? അല്ലേ, ഹെൽത്ത് കുറയുമ്പോൾ അതെങ്ങനെയാണ് വ്യക്തിയെയും രാജ്യത്തിനെയും എഫക്റ്റ് ചെയ്യുന്നത്? എന്ത് പറ്റും? അസുഖം വന്നാൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ എന്ത് പറ്റും? പ്രൊഡക്ഷൻ കുറയും. പ്രൊഡക്ഷൻ കുറയുമ്പോൾ നമുക്ക് വരുമാനം കുറയും, നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കുറയും. അങ്ങനെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കുറഞ്ഞ ആൾക്കാർ വരുമ്പോൾ അത് രാജ്യത്തിൻ്റെ പ്രോഗ്രസ്സിനെ തന്നെ എന്ത് ചെയ്യും? നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും. ഓക്കെ, ഹിൻഡർ ദ പ്രൊഡക്ടിവിറ്റി അല്ല, ഇവിടെ പി ഉണ്ട്, പ്രൊഡക്ടിവിറ്റി എന്നാണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ് വന്നിരിക്കുന്നത്. വാട്ട് ആർ ദ ഹെൽത്ത് കെയർ മെഷേഴ്സ് ടു ബി ടേക്കൺ ടു ഇൻക്രീസ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ഹ്യൂമൻ റിസോഴ്സ്? എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്? ഇമ്മ്യൂൺ സിസ്റ്റം, അല്ലെ, ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുക, ചെറിയ രീതിയിലുള്ള അസുഖങ്ങൾ വരാതെ വാക്സിനേഷൻ കൊടുക്കുക, ഹൈജീനിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നല്ല ഹൈജീനുള്ള ആൾക്കാർക്ക് അസുഖം വരാനുള്ള സാധ്യത കുറവായിരിക്കും. ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം കൊടുക്കുക, നല്ല മെഡിക്കൽ ഫെസിലിറ്റീസ് കൊടുക്കുക. അപ്പോൾ ചെറിയ അസുഖം വരുമ്പോൾ തന്നെ നമുക്കത് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും, അല്ലേ. മാത്രമല്ല മാനസികാരോഗ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് ലെഷർ ടൈം, റിലാക്സേഷനും റെക്രിയേഷനും വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ഒരുക്കുക, ശുദ്ധമായിട്ടുള്ള വെള്ളത്തിൻ്റെ ആക്സസ് കൊടുക്കുക, ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുക. എന്ന് വെച്ചാൽ നമ്മൾ പലരും പഠിച്ചിട്ടുണ്ടെങ്കിലും ഹെൽത്ത് എഡ്യൂക്കേഷൻ നമുക്ക് കുറവാണ്. എങ്ങനെ ജീവിക്കണം, എന്തൊക്കെ കാര്യങ്ങളാണ് ആരോഗ്യത്തിന് വേണ്ടി നോക്കേണ്ടത്, അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കുക, അല്ലെ. ഹെൽത്തി ആരോഗ്യപരമായ ഒരു എൻവയോൺമെൻറ്റ്, പൊല്യൂഷനും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹ്യൂമൻ റിസോഴ്സിന് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. ലിസ്റ്റ് ഔട്ട് ദ ഡിഫറൻറ്റ് ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻ പബ്ലിക് സെക്ടർ. നമ്മുടെ പൊതുമേഖല, അതായത് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ആരോഗ്യ കെയർ, ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്? നമുക്ക് സബ് സെൻറ്ററുകളുണ്ട്, PHC എന്നറിയപ്പെടുന്ന പ്രൈമറി ഹെൽത്ത് സെൻ്ററുണ്ട്, CHC എന്നറിയപ്പെടുന്ന കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുണ്ട്, താലൂക്ക് ആശുപത്രി, ജില്ലാ ആശുപത്രി, മെഡിക്കൽ കോളേജുകളൊക്കെ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്നുണ്ട്. ഇതിന് പോരാഞ്ഞിട്ട് ആയുർവേദം, യോഗ, നാച്ചുറോപ്പതി, യുനാനി, ഹോമിയോപ്പതി എന്നൊക്കെ പറഞ്ഞിട്ട്, ആയുഷ് എന്നൊക്കെ പറഞ്ഞിട്ട് പല സ്കീമുകളും ഗവൺമെൻറ് ഇതിനൊക്കെ ക്ലബ് ചെയ്തിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ ഹെൽത്ത് സെക്ടർ സ്ട്രെങ്തൻ ദ ഹ്യൂമൻ ക്യാപിറ്റൽ. എന്തുകൊണ്ട്? സിമ്പിളാണല്ലേ. നമ്മളെ ഗവൺമെൻറ് ഹെൽത്ത് സെക്ടറിൽ കൂടുതൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? ആൾക്കാർക്ക് പ്രിവെൻറ്റീവ് മെഡിസിനിൽ അസുഖങ്ങൾ വരാതിരിക്കാനുള്ള ഇമ്മ്യൂണൈസേഷനും ക്യൂറേറ്റീവ് മെഡിസിനും, അതുപോലെ തന്നെ ഈ പറഞ്ഞ ന്യൂട്രീഷ്യസ് ഫുഡ്, ഹെൽത്ത് ലിറ്ററസി, തൊട്ടും പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നേക്കുന്നത്. എന്താണ് പ്രിവെൻറ്റീവ് മെഡിസിൻ, ഇമ്മ്യൂണൈസേഷൻ, ക്യൂറേറ്റീവ് മെഡിസിനൊക്കെ നമ്മൾ ക്ലാസ്സിൽ നന്നായിട്ട് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അപ്പോൾ വീണ്ടും പറയാൻ നിൽക്കുന്നില്ല. എന്താണ് മൈഗ്രേഷൻ? എന്താണ് മൈഗ്രേഷൻ്റെ കാരണം? അപ്പോൾ പെർമനൻ്റ് ആയിട്ടോ ടെമ്പററി ആയിട്ടോ ആൾക്കാർ ഒരു സ്ഥലത്ത് നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോയാൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മൈഗ്രേഷൻ എന്ന് വിളിക്കുന്നത്. മൈഗ്രേഷൻ ഈസ് ദ പെർമനൻ്റ് ഓർ ടെമ്പററി മൂവ്മെൻറ്റ് ഓഫ് ദ പീപ്പിൾ ഫ്രം വൺ റീജിയൻ ടു അനദർ റീജിയൻ. അപ്പോൾ എന്തായിരിക്കും റീസൺ മൈഗ്രേഷൻ്റെ? ജോലിക്ക് വേണ്ടിയായിരിക്കാം, വിദ്യാഭ്യാസത്തിന് വേണ്ടിയായിരിക്കാം, ഉന്നത വിദ്യാഭ്യാസത്തിനും അതുപോലെ ഉന്നത ജീവിത നിലവാരം, ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിന് വേണ്ടിയായിരിക്കാം. അല്ല, പ്രശ്നങ്ങളായിട്ടുള്ള നാച്ചുറൽ കലാമിറ്റി, യുദ്ധമൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ഫെമൈനൊക്കെ വരുമ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയതും ആകാം. ചിലത് പോസിറ്റീവായുള്ള ഫാക്ടേഴ്സ്, ചിലത് നെഗറ്റീവ്. നല്ലതിനെ നമ്മൾ പുൾ ഫാക്ടർ എന്നും മോശമായിട്ടുള്ള കാര്യത്തിൽ നമ്മൾ പുഷ് ഫാക്ടർ എന്നൊക്കെ പറയാറുണ്ട്. ടെക്സ്റ്റിൽ പറയാത്തതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. ഹൗ മൈഗ്രേഷൻ ഹെൽപ്പ് ടു ഫോം ദ ഹ്യൂമൻ ക്യാപിറ്റൽ? റീജിയൻ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത്? സോഷ്യൽ, എക്കണോമിക്കൽ ആൻഡ് കൾച്ചറൽ സ്പിയേഴ്സിൽ മൈഗ്രേഷൻ കാരണം മാറ്റം ഉണ്ടാകും. അപ്പോൾ എന്ത് പറ്റും? ഗവൺമെൻറ്റിന് ഇപ്പോൾ ഒരു നല്ലൊരു കാര്യം, ഇപ്പോൾ ഒരു നല്ലൊരു രാജ്യമാണ്, അപ്പോൾ അവിടെ കൂടുതൽ ആൾക്കാർ എന്ത് ചെയ്യുന്നു? അങ്ങോട്ട് താമസിക്കാനായിട്ട് പോകുന്നു. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ആൾക്കാർ താമസിക്കാൻ പോകുമ്പോൾ അവരുടെ ഹ്യൂമൻ റിസോഴ്സ്
ആ രാജ്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയാണ്, അവിടുത്തെ ഹ്യൂമൻ ക്യാപിറ്റലായിട്ട് മാറുകയാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അക്വയറിംഗ് ജോബ് ട്രെയിനിങ് ക്യാൻ ഹെൽപ്പ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ. എങ്ങനെയാണ്? ജോബ് ട്രെയിനിങ് കൊടുത്താൽ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം, എന്താണ് ഹ്യൂമൻ ക്യാപിറ്റൽ? മനുഷ്യർ ട്രെയിനിങ്ങിലൂടെ എന്ത് ചെയ്യുന്നു? കഴിവുള്ളവരായിട്ട് മാറുമ്പോൾ അവർക്ക് ജോലി ചെയ്യാൻ പറ്റുന്നു. അങ്ങനെയാണ് അവരെന്തായിട്ട് മാറുന്നത്? ഹ്യൂമൻ ക്യാപിറ്റലായി മാറുന്നത് നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞു. അപ്പോൾ ജോബ് ട്രെയിനിങ് കൊടുക്കുമ്പോൾ എങ്ങനെ പറ്റും? അവരുടെ പ്രൊഡക്ടിവിറ്റി കൂടും അല്ലേ? ജോബ് ട്രെയിനിങ് കൊടുക്കുമ്പോൾ പ്രൊഡക്ടിവിറ്റി കൂടും, അവരുടെ ഔട്ട്പുട്ട് കൂടും, അതുപോലെ തന്നെ എന്താണ്, അവരുടെ കഴിവിൻ്റെ മാക്സിമം മൂർധന്യാവസ്ഥയിലെത്തും. അപ്പോൾ ഇതൊക്കെ ജോബ് ട്രെയിനിങ് എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ജോലിക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ജോലി തരുന്ന സ്ഥാപനം ട്രെയിനിങ് തന്ന് നമ്മളെ സെറ്റ് ചെയ്ത് എന്ത് ചെയ്യുന്നു? ജോലിക്ക് കയറ്റുന്നു. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹൗ ആക്സസ് ടു ഇൻഫർമേഷൻ ഹെൽപ്പ് ഇൻ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ എന്തായിരിക്കും? ഓക്കെ, സർവീസസ് ഇൻ വേരിയസ് സെക്ടേഴ്സ് സച്ച് എസ് എഡ്യൂക്കേഷൻ, ഹെൽത്ത് ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഗീവ് ഇംപെറ്റസ് ടു ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ. ഓക്കെ, ഫോസ്റ്റേർഡ് ടു ഹെൽപ്പ് പീപ്പിൾ ഗ്യാദർ ഇൻഫർമേഷൻ അബൌട്ട് സർവീസസ് പ്രൊവൈഡ്. ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഈസ് എസെൻഷ്യൽ ടു എനേബിൾ ക്യാപിറ്റൽ ഫോർമേഷൻ. എന്താ നമ്മൾ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞ കാര്യം? നമുക്ക് ഈ പറയുന്ന ഗവൺമെൻറ് സ്കീമുകൾ അതുപോലെ തന്നെ മറ്റ് പല രീതികളിലും ഹെൽത്തും എഡ്യൂക്കേഷനും ഒക്കെ അച്ചീവ് ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ട്. എന്നാൽ ഇത് ആൾക്കാരിലേക്ക് എത്തണം. ആൾക്കാരിലേക്ക് എത്തിയാൽ മാത്രമേ ഇതുകൊണ്ട് ഉപയോഗം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് എത്തിക്കുക എന്നുള്ളതിനാണ് നമ്മൾ ആക്സസ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻ്റർനെറ്റിലൂടെ അല്ലെങ്കിൽ പണ്ട് കാലത്ത് പോസ്റ്റർ അനൗൺസ്മെൻറ്റിലൂടെയൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങൾ ആൾക്കാരിലേക്ക് എത്തിക്കുക. ഗവൺമെൻറ് സർവീസുകളിലൂടെ, ഗവൺമെൻറ് സിസ്റ്റത്തിലൂടെ, സർക്കാർ ഓഫീസുകളിലൂടെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനാണ് നമ്മൾ ആക്സസ് ടു ഇൻഫർമേഷൻ എന്നിവിടെ പറയുന്നത്. വാട്ട് ആർ ദ മെയിൻ ചലഞ്ചസ് ഫേസ്ഡ് ബൈ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ? എന്തൊക്കെയായിരിക്കും പ്രധാനപ്പെട്ട സാധനം അല്ലേ? എന്താണ്? നമ്മുടെ ദാരിദ്ര്യവും അൺഎംപ്ലോയ്മെൻറ്റുമാണ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ എഫക്റ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം. എന്താ പോവർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബേസിക് നീഡ്സ് മീറ്റ് ചെയ്യാൻ പറ്റാതെയുള്ള അവസ്ഥയാണ് നമ്മൾ പോവർട്ടി അല്ലെങ്കിൽ എന്താണ് ദാരിദ്ര്യം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ പറയുന്ന പോവർട്ടിയുടെ കോൺസിക്വൻസ് എന്താണെന്ന് ചോദിച്ചാൽ, പോവർട്ടി ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻകം കുറവായിരിക്കും, നമ്മുടെ പർച്ചേസിങ് പവർ കുറയും. പർച്ചേസിങ് പവർ എന്ന് വെച്ചാൽ നമുക്കൊരു സാധനം വാങ്ങാനുള്ള ശേഷി, അതായത് നമുക്ക് ആവശ്യമുള്ളൊരു സാധനം വാങ്ങാനുള്ളൊരു ശേഷി. അപ്പോൾ നമ്മളതിൽ പർച്ചേസിങ് പവർ കുറയുമ്പോൾ നമുക്ക് സാധനങ്ങൾ കിട്ടത്തില്ല. അപ്പോൾ ആഹാരത്തിനും സ്കേഴ്സിറ്റി ഉണ്ടാവും, ന്യൂട്രീഷൻ കുറയും, നമുക്ക് വിദ്യാഭ്യാസവും ഒന്നും വരത്തില്ല, ആരോഗ്യം വരത്തില്ല, അസുഖങ്ങൾ വരും. അപ്പോൾ എന്ത് പറ്റും? രാജ്യത്തിന് തന്നെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, അതായത് ശിശുമരണ നിരക്ക് കൂടും, ലൈഫ് എക്സ്പെക്റ്റൻസി കുറയും, അതുപോലെ എന്താണ് ഡിപ്പെൻഡൻസിൻ്റെ എണ്ണം കൂടും, സ്വന്തമായി തൊഴിൽ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുടെ എണ്ണം കൂടും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നല്ല ആരോഗ്യമില്ലാത്ത ജനത ഉണ്ടായി വന്നാൽ പ്രൊഡക്ടിവിറ്റി കുറയും. അങ്ങനെ എന്ത് പറ്റും? ജോലി ചെയ്യാനുള്ള കഴിവ് കുറയും. അത് വീണ്ടും എന്തിലോട്ട് കൊണ്ടെത്തിക്കും? പോവർട്ടിയിലോട്ട്, വീണ്ടും സിവിയർ പോവർട്ടിയിലോട്ട് കൊണ്ടെത്തിക്കും. അതാണെന്ത്? പോവർട്ടിയുടെ പ്രശ്നം. ഇത് വരുംതോറും പെട്ടെന്ന് തന്നെ നമ്മൾ സോൾവ് ചെയ്തില്ലെങ്കിൽ അത് വീണ്ടും വീണ്ടും വലിയ പ്രശ്നങ്ങളിലോട്ടായിരിക്കും എത്തുന്നത്. എന്താണ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കി, അൺഎംപ്ലോയ്മെൻറ്റ് ഇസ് എ കണ്ടീഷൻ ഇൻ വിച്ച് എ ഹെൽത്തി ആൻഡ് എ കേപ്പബിൾ പേഴ്സൺ ഹു ഈസ് വില്ലിംഗ് ടു വർക്ക് ഈസ് വില്ലിംഗ് ടു വർക്ക് അറ്റ് ദ പ്രിവെയിലിംഗ് വേജ് കനോട്ട് ഫൈൻഡ് വർക്ക്. എന്ന് വെച്ചാൽ ജോലി ചെയ്യാൻ ആരോഗ്യമുണ്ട്, കഴിവുണ്ട്, മനസ്സുണ്ട്, പക്ഷേ നമുക്ക് ജോലി ഇല്ലാത്ത അവസ്ഥ. അതിനാണ് നമ്മൾ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്, ജോലി കിട്ടാത്ത അവസ്ഥ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് അൺഎംപ്ലോയ്മെൻറ്റ് നമ്മൾ അഫക്റ്റ് ചെയ്യുന്നത്? സിമ്പിളാണ്, ഇത് പറയേണ്ട ആവശ്യം പോലും ഇല്ലേ. അൺഎംപ്ലോയ്മെൻറ്റ് നമ്മുടെ ജീവിതത്തിന് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നത്? ഒരാളെ വിദ്യാഭ്യാസത്തിനും സ്കില്ലിനോട്ട് ജോലി കിട്ടാതെ വരുമ്പോൾ അവിടെ എന്താണ്? ഹ്യൂമൻ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാതായിട്ട് വരുന്നു, അല്ലെ ഹിൻഡർ ദ മാക്സിമം യൂട്ടിലൈസേഷൻ എന്ന് വെച്ചാൽ അതിന് തടസ്സമായിട്ട് മാറുകയാണ്. അപ്പോൾ ആൾക്കാർ കഴിവുള്ളവർ അവരുടെ കഴിവ് പ്രകടിപ്പിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ പോകുന്നൊരവസ്ഥ രാജ്യത്തിന് ഒരിക്കലും നല്ലതായിരിക്കത്തില്ല. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? മാക്സിമം യൂട്ടിലൈസേഷൻ ചേർക്കാൻ പറ്റത്തില്ല. സോ മേക്ക് എ ടേബിൾ ഓൺ വേരിയസ് ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്. ഏതൊക്കെയാണ്? ഓപ്പൺ അൺഎംപ്ലോയ്മെൻ്റ് ഒന്ന്, അതായത് ജോലി ചെയ്യാൻ റെഡിയാണ് പക്ഷേ ജോലിയില്ല. സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്തായിരിക്കും? പുതിയ ടെക്നോളജി വരുന്നത് കാരണം തൊഴിലില്ലാതാവുന്ന അവസ്ഥ. സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക സീസണിൽ എന്ത് ചെയ്യുന്നു? ഇവർക്ക് ജോലി ഉണ്ടാവും, അടുത്ത സീസണിൽ ജോലി ചെയ്തില്ല. കൃഷിക്കാർക്കാണ് ഇത് കൂടുതലും വരുന്നത്. അല്ലെങ്കിൽ ഉത്സവ പരിപാടിക്ക് സാധനങ്ങൾ വിൽക്കാൻ പോകുന്ന ആൾക്കാർ, സിമ്പിളായിട്ട് ആലോചിച്ച് നോക്കുക, ഉത്സവം ഇല്ലാത്ത സമയത്ത് അവർക്ക് ജോലിയില്ല, വേറെ പണി കണ്ടുപിടിക്കണം. ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു സ്ഥലത്ത് ആവശ്യത്തിലധികം ആൾക്കാർ ജോലി ചെയ്താൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഒരു സ്ഥലത്ത് ജോലി ചെയ്യാൻ 10 പേര് വേണം, പക്ഷെ 15 പേരോടെ ജോലി ചെയ്യാണ്, പക്ഷേ ജോലിയുടെ എണ്ണം കൂടുന്നുണ്ടോ? ഇല്ല. 10 മരം വെട്ടലാണ് ജോലിയെങ്കിൽ, അല്ലെങ്കിൽ 10 മരത്തിൽ നിന്ന് ഇപ്പോൾ റബ്ബർ വെട്ടുന്ന ആളൊന്ന് എക്സാമ്പിൾ എടുക്കാം, ഒരു 50 മരമുണ്ട്, അത് വെട്ടാൻ ഒരാൾ മതി. പക്ഷേ അവിടെ 3 പേര് ജോലി ചെയ്താൽ മരത്തിൻ്റെ എണ്ണം കൂടുമോ? ഇല്ല. അവിടെ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് കൂടുമോ? ഇല്ല. അപ്പം 3 പേരും കൂടി ജോലി ചെയ്യുമ്പോൾ ഒരാൾക്ക് നേരെ വരുമാനം കിട്ടാതെ 3 പേർക്കും നഷ്ടമായിരിക്കും ഇവിടെ ഉണ്ടാകുന്നു. ഇനി നോക്കിയേ, വോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റും സൈക്ലിക് അൺഎംപ്ലോയ്മെൻറ്റും നമുക്കിവിടെ തൽക്കാലത്തേക്ക് വേണ്ട. ഓക്കെ,
അപ്പോൾ എന്തായാലും വോളണ്ടറി അൺഎംപ്ലോയ്മെൻ്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും എന്ന് പറഞ്ഞു പോകാം. എ സിറ്റുവേഷൻ വെയർ ദ വർക്കേഴ്സ് ആർ അൺവില്ലിംഗ് ടു അക്സെപ്റ്റ് ദ പ്രിവെയിലിംഗ് വേജ് ഡ്യൂ ടു നോട്ട് ഗെറ്റിംഗ് എ ജോബ് ഓഫ് ദിയർ ഓൺ ഇൻട്രസ്റ്റ്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നൊരു കാര്യമാണല്ലേ, PSC എന്ന പേരും പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് പേര് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് സമയം കളയുന്നുണ്ട്. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കിഷ്ടം സർക്കാർ ജോലിയാണ്. എന്നാൽ സർക്കാരിൻ്റെ ഈ പറയുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും വേണ്ടി തരാനുള്ള ജോലി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പോൾ അത് കിട്ടുന്നവർ നമ്മൾ ഒരു പണിക്കും പോകാതെ നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ഒരു കണക്കിൽ എന്താണ്, വോളണ്ടറി അൺഎംപ്ലോയ്മെൻ്റ് ആണ് അല്ലേ. 29-30 വയസ്സായിട്ട് ഇപ്പോഴും PSC പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ നമുക്കറിയാം. അപ്പോൾ അവരവരുടെ ജീവിതത്തിന് നല്ലൊരു സമയം എന്ത് ചെയ്തു, ഇതിനു വേണ്ടി കളഞ്ഞു. കിട്ടിയാൽ നല്ലത്, കിട്ടിയില്ലെങ്കിലോ ഈ കളഞ്ഞ വർഷത്തിന് വേസ്റ്റ് ആവും. അതാണ് പറയുന്നത്. ഇനി സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അൺഎംപ്ലോയ്മെൻറ്റ് ഫോൾസ് ഡ്യൂറിങ് എക്കണോമിക് ബൂം ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ് റൈസസ് ഡ്യൂറിങ് എക്കണോമിക് ഡൗൺ ടേൺ. എന്ന് വെച്ചാൽ നമുക്ക് സാമ്പത്തികമായിട്ടുള്ളൊരു ഉന്നതി ഉണ്ടാകുന്ന സമയം, എക്കോണമി വലുതാവുന്ന ഒരു സമയം നമുക്ക് എന്ത് ചെയ്യും, കുറേ പുതിയ ജോബുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടും. എന്നാൽ ഈ പറയുന്ന ക്ഷാമം അല്ലെങ്കിൽ എക്കോണമിക് റിസഷൻ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ തൊഴിൽ നഷ്ടപ്പെട്ടാൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഈ അവസാനം പറയേണ്ടതാണ്, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. സോ ഏതാണ്ട് കുറേ ചോദ്യങ്ങൾ നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട്. ഫുൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വരുന്ന എല്ലാ ടോപ്പിക്കുകളെയും കവർ ചെയ്യുന്ന രീതിയിൽ ചോദ്യം വന്നാൽ എങ്ങനെ ഉത്തരം എഴുതണം എന്നതാണ് നമ്മൾ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഈ ചോദ്യം പരീക്ഷയ്ക്ക് വരും എന്നല്ല. ഇതുപോലത്തെ വരാം, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടത് വരുമ്പോൾ നിങ്ങൾക്ക് ഈ പോയിന്റുകളുടെ സഹായത്തോടെ എന്ത് ചെയ്യാൻ പറ്റും, ഉത്തരം എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. അപ്പോൾ നോട്ടിന് വേണ്ടിയിട്ട് ടെലിഗ്രാം ചാനലിൽ പോയാൽ മതി. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.